സഹോദരങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുക, നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന്റെ കരത്തിന് നീളം കുറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ കാതുകൾക്ക് കേൾവി ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ ജീവിക്കുന്നു. നിന്റെ പാപങ്ങളും ശാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ വസിക്കുന്നു. ഒരു കാര്യം മാത്രം ദൈവം ആഗ്രഹിക്കുന്നു, ഒരു കാര്യം മാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. സൗജന്യദാനമായ ഈ ദൈവകൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാനായിട്ട് ഒരു കാര്യം മാത്രം ദൈവം ആവശ്യപ്പെടുന്നു. എന്റെ സഹോദരങ്ങളെ, അവനിൽ വിശ്വസിക്കുക. പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, പാപത്തെ വെറുത്തുകൊണ്ട്, ഞാനായിരിക്കുന്ന ആ ചെളിക്കുണ്ടിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട്, എന്റെ ദൈവമേ, എന്റെ യേശുവേ, എന്നെ രക്ഷിക്കണമേ, എന്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ, നിന്നിൽ വിശ്വസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യന് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അത് യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ ഏത് മതത്തിൽപ്പെട്ടവനായാലും എന്റെ സഹോദരങ്ങളെ ഓർത്തുകൊള്ളുക, യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമം ദൈവം മനുഷ്യന് നൽകിയിട്ടില്ല. ദൈവത്തിന്റെ മകനും മകളുമായിരിക്കുവാൻ പാപത്തിന്റെയും ചെളിക്കുണ്ടിന്റെ കിടന്നുകൊണ്ട് ദൈവത്തോട് മറുതലിച്ച മനുഷ്യൻ അവന്റെ പാപത്തിന്റെ പാപങ്ങളുടെ ആ പാപങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ, എന്റെ സഹോദരങ്ങളെ, ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ദൈവത്തിന്റെ മകനും മകളുമായി നമ്മളെ ഉയർത്തിയപ്പോൾ ഒരു കാര്യം മാത്രമേ നമ്മുടെ പിതാവായ ദൈവം മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തിയ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് ആ യേശു ക്രിസ്തു നമ്മോട് അരുളി ചെയ്യുന്നു. എന്നിൽ വിശ്വസിക്കുക, എന്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ പാപങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു ഏറ്റെടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ ഹൃദയത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുമ്പോൾ ഞാനും എന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശ്രമിക്കുന്ന ഓരോ മക്കളോടും ദൈവം, പിതാവായ ദൈവം മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുവാനായിട്ട് യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനും നാഥനുമായി സ്വീകരിച്ചുകൊണ്ട്, പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, പാപങ്ങൾ വെറുത്തുകൊണ്ട്, എന്താണോ ഏത് പാപത്തിന്റെ മേഖലയിലാണോ ഞാൻ കിടക്കുന്നത്, എനിക്കതിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇന്നും ജീവിക്കുന്ന ആ ദൈവപുത്രനില് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന ആ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എന്നോട് കരുണയായിരിക്കണമേ, എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയത്തിൽ നിന്ന് ഉയരുമ്പോൾ, പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം നിന്നെ രക്ഷിക്കും. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെയും. അതിന് ദൈവം സർവ മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദൈവം ഓരോ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ.